നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലെ ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് ഹോട്ടൽ മുറിയിൽ നിന്ന് 3-ാം ബലാത്സംഗ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്. 12, 13, 14, 15 ഉൾപ്പെടെ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയായിരുന്നു. പിന്നെ അതിനുശേഷം 15-ാം തീയതി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. തുടർന്ന് ഇരുഭാഗത്തെ വാദം കേട്ടു. കഴിഞ്ഞ ദിവസം പക്ഷേ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരുന്നില്ല. ഇനി ഈ കോടതിയുടെ ഉത്തരവുകൾ വാങ്ങി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ജാമ്യത്തിനായി മൂവ് ചെയ്യും. അവിടുന്ന് മാത്രമേ ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യതയുമുള്ളൂ. അപ്പോൾ ഈ 9-ാം ദിവസം മാത്രമേ അദ്ദേഹത്തിന് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ ഇനി ജാമ്യാപേക്ഷ മൂവ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയും വാദഗതികൾ ഇപ്പോൾ പറഞ്ഞതാണെങ്കിൽ അവിടെയും ജാമ്യം നിഷേധിക്കപ്പെടും. തിങ്കളാഴ്ച ഇത്തരത്തിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരും. അതുവരെ അദ്ദേഹത്തിന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെയാകും തുടരേണ്ടി വരിക. 2 കേസിനകത്തും നിയമപരമായി നീക്കങ്ങൾ ഒന്നും പോലീസ് നടത്തിയിരുന്നില്ല. 3-ാമത്തെ കേസിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് തന്നെ വിവാദമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ രഹസ്യമായി ചാടിപ്പിടിച്ചൊക്കെ വളഞ്ഞ് ഒരു അറസ്റ്റ് എന്നുള്ള ചോദ്യം ഉയരുകയായിരുന്നു. ഒരു കേസിനകത്ത് അദ്ദേഹം ഓൾറെഡി ജാമ്യത്തിലാണ്. മറ്റൊരു കേസിൽ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞു. ഈ 2 കേസിനകത്തും അദ്ദേഹത്തിന്റെ ജാമ്യ കണ്ടീഷനകത്ത് കൃത്യം പറഞ്ഞിട്ടുള്ളത് പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ ചെല്ലണം, പോലീസ് എപ്പോൾ വിളിച്ചാലും പോകും, സഹകരിക്കും, വിളിക്കുന്നിടത്ത് തീർച്ചയായും ചെല്ലുമെന്നൊക്കെയാണ് ജാമ്യ വ്യവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ നിയമപരമായി പോലീസ് ഒരു ഫോൺ കോളിൽ വിളിച്ചാൽ പോലും താൻ ചെല്ലുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയെ എന്തിനാണ് പോലീസ് ഇത്രയും വലിയൊരു സന്നാഹമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് താമസിച്ച സ്ഥലത്ത് നിന്ന് ഇത്തരത്തിൽ വളഞ്ഞുകൂട്ടി പിടിച്ചതെന്നുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതലായി ഉയർന്നു വന്നത്. ഇലക്ട്രോണിക്കലായി ഒരു മൊഴി കൊടുത്തു എന്നല്ലാതെ അവർക്കൊരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല. മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയെങ്കിൽ മാത്രമേ അതിനകത്ത് എന്തെങ്കിലും ഒഫൻസ് ഉണ്ടോ, അല്ലെങ്കിൽ റേപ്പാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ അതിനുള്ള ഒരു അവസരമില്ലാതെ എങ്ങനെയാണ് ഒരു പ്രതിയെ ഈ നിയമവിരുദ്ധമായി ജയിലിൽ അടയ്ക്കുവാൻ കഴിയുന്നതെന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നിയമവിദഗ്ധർ അടക്കം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കഴിഞ്ഞ ദിവസം കരുതിയതുപോലെ ജാമ്യം നിഷേധിച്ചത് തിരിച്ചടിയായത് രാഹുലിനാണോ? ശരിക്കും പറഞ്ഞാൽ രാഹുലും വക്കീലും തന്നെ എങ്ങനെയെങ്കിലും ഇതൊന്ന് തള്ളിക്കിട്ടുവാനായി കാത്തിരിക്കുകയായിരുന്നു. എന്തായിരുന്നാലും സെഷൻസ് കോടതിയിൽ ജാമ്യത്തിന് ഇനി മൂവ് ചെയ്യുന്നുണ്ട്. അവിടെയും തള്ളിയാൽ തീർച്ചയായും ഹൈക്കോടതിയിലേക്ക് പോകും. ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ വേണ്ടത് തെളിവുകളാണ്. ഈ പറയുന്ന വൈദ്യപരിശോധനാ ഫലം അതൊരു തുറുപ്പ് ചീട്ടാക്കി ഈ രാഹുലിന്റെ വക്കീൽ ഇറക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയാനുള്ളത്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നത് രാഹുലിനുള്ള ജനപിന്തുണയാണ്. 2 or 3 ക്രിമിനൽ കേസുകൾ, അതായത് റേപ്പ് കേസുകൾ ഉണ്ട്. എന്നിട്ടും ഈ ജനപിന്തുണ വർദ്ധിക്കുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. മുതിർന്ന രാഷ്ട്രീയക്കാർ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിനി ഒന്നും വരാനില്ല എന്ന് ചിന്തിക്കുന്നവരാണവർ. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഈ മുതിർന്ന രാഷ്ട്രീയക്കാർ ജയിച്ചു കയറുമോ ഇല്ലയോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെയുള്ള ധാരാളം ആൾക്കാർ ഈ കോൺഗ്രസിലും CPM-ലും എല്ലായിടത്തും തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊക്കെ പഴയ കാരണവന്മാരിരുന്ന് അതും ഇതൊക്കെ പഴയ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിൽ അതൊന്നും ചിലവാകില്ല. ഇപ്പോഴത്തെ തലമുറയിൽ ഇതൊരു ബ്ലാക്ക് മാർക്കാണെന്ന്, അല്ലെങ്കിൽ ആ വോട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരോ അങ്ങനെയുള്ള ആൾക്കാരോ ഒന്നും തന്നെ കരുതില്ല. അവരെ സംബന്ധിച്ച് ആ നാട്ടിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണോ, അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമാണ് അവിടെയുള്ള ഈ പറയുന്ന ചെറുപ്പക്കാരടക്കമുള്ളവർ ചിന്തിക്കുന്നത്. ജാമ്യം നിഷേധിച്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കേട്ടിട്ടും കൂസലില്ലാതെ ചിരിച്ചുകൊണ്ടാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി വളപ്പിൽ ഇതൊക്കെ നേരിട്ടുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ പോലും ഇത്തരത്തിൽ തള്ളിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നത്. ആ ചിരിക്ക് പിന്നിൽ രാഹുൽ ഒളിപ്പിക്കുന്ന ഒരു സത്യമുണ്ടാകാം. രാഹുലിനെ ഗുരുതരമായി കൊടുക്കുന്ന നിയമനിരീക്ഷണങ്ങളൊക്കെ തന്നെയാണ് കോടതി വിധിപ്പകർപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻപ് 2 കേസുകളിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ആത്മവിശ്വാസത്തിലായിരുന്ന രാഹുലിന് ഈ കേസിൽ അതേ വഴിയിലൂടെ രക്ഷപ്പെടുവാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് വാദപ്രതിവാദങ്ങളുടെ അവസാന ഘട്ടത്തിൽ 3-ാം പരാതിക്കാരി കോടതിയിൽ നടത്തിയ നിർണായക നീക്കമാണ് ഈ കേസിന്റെ ഒരു ഗതി തന്നെ മാറ്റിമറിച്ചത്. അതുവരെ രാഹുലിന്റെ അഭിഭാഷകൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ 3-ാം പരാതിക്കാരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതിലായിരുന്നു. പരാതിയിൽ ഒപ്പിട്ടില്ല, മെഡിക്കൽ പരിശോധനയില്ല, പരാതിക്കാരി കാനഡയിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിൽ പരാതി നൽകിയതെന്ന അടക്കമുള്ള വാദങ്ങളാണ് കോടതിയിൽ ഉയർന്നത്. എന്നാൽ കോടതി ഈ വാദങ്ങളെല്ലാം തള്ളിക്കളയുകയായിരുന്നു. ഡിജിറ്റൽ ഒപ്പ് നിയമപരമായി സാധുവാണെന്നും ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ ഓൺലൈൻ വഴി നൽകിയ മൊഴിയും സ്വീകരിക്കാവുന്നതാണെന്നുമാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയത്. പരാതിക്കാരിയുടെ മൊഴിയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിനായി അവർ നേരിട്ട് കോടതിക്ക് ഇമെയിൽ അയച്ചിരുന്നതായും കോടതി വ്യക്തമാക്കുകയായിരുന്നു.
അറസ്റ്റ് നിയമപരമാണെന്നും പ്രതി ഉന്നയിച്ച ബാഹ്യ സമ്മർദ്ദ ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. അന്വേഷണ നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. കൂടാതെ രാഹുലിനെതിരായ പരാതികൾ ഗുരുതര സ്വഭാവമുള്ളതാണെന്നും പ്രതിയുടെ മുൻകാല പശ്ചാത്തലവും പരിഗണിക്കുന്നുവെന്നുമാണ് വിധിപ്പകർപ്പിൽ പറഞ്ഞത്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കുവാനും സാധ്യതയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ബലാത്സംഗ കുറ്റത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും ഉഭയസമ്മതമുള്ള ബന്ധമായിരുന്നുവെന്ന വാദത്തിന് തെളിവില്ലെന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. ജാമ്യം അനുവദിച്ചാൽ അതിജീവിതയുടെ തിരിച്ചറിയൽ പുറത്തുവരുവാൻ സാധ്യതയുണ്ടെന്നും ഹോട്ടലിൽ മുറിയെടുക്കുവാനായി അതിജീവിതയെ രാഹുൽ നിർബന്ധിച്ചുവെന്ന പരാമർശം കോടതി നടത്തുകയായിരുന്നു. അന്വേഷണം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണെന്നും ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ തന്നെ ബാധിക്കുമെന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. ഇതോടെ മുൻ 2 കേസുകളിൽ രാഹുലിനെ രക്ഷയായി നിന്ന നിയമപഴുതുകൾ 3ാം പരാതിയിലൂടെ പൂർണ്ണമായി അടച്ചുവെന്നാണ് നിയമവൃത്തങ്ങൾ തന്നെ വിലയിരുത്തുന്നത്. കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ പാലക്കാട് MLAക്ക് മുന്നിൽ വലിയൊരു പ്രതിസന്ധിയാണ് തുറന്നിടുന്നത്. പക്ഷേ അപ്പോഴും തന്റെ മുന്നിൽ മറ്റൊരു വഴിയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടും ഇത്തരത്തിൽ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. കേസിൽ പ്രതിഭാഗം ശക്തമായ നിയമവാദങ്ങളാണ് കോടതിയിൽ ഉന്നയിച്ചത്. ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണെന്നാണ് പ്രതിഭാഗത്തിന്റെ മുഖ്യവാദം. തിരുവല്ലയിൽ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത് അതിജീവിത സ്വന്തം പേരിലാണെന്നും ഇത് പ്രതിയെ കാണാൻ ആ യുവതി സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്തു വന്നതിന് തെളിവാണെന്നുമാണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത്. ഇതിലൂടെ ഇരുവരും തമ്മിൽ ഉഭയസമ്മതമുള്ള ബന്ധം നിലനിന്നിരുന്നു എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. പരാതി നൽകുന്നതിൽ അമിതമായ കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നും ഈ ഒരു താമസം കേസിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നതും ഹർജിക്കാരൻ വാദിച്ചിരുന്നു. FIR രജിസ്റ്റർ ചെയ്യുന്നതിലും അനാവശ്യ വൈകിപ്പ് ഉണ്ടായിരുന്നുവെന്നും പ്രതിഭാഗം വ്യക്തമാക്കുന്നുണ്ട്. ഇര താനുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധത്തിലായിരുന്നുവെന്നും ആ യുവതി അവിവാഹിതയാണെന്ന ധാരണയിലാണ് താൻ ഉണ്ടായിരുന്നതെന്നും അല്ലെങ്കിൽ താനുമായി ബന്ധം തുടർന്നതെന്നുമാണ് ഈ ഹർജിക്കാരൻ കോടതി അറിയിച്ചിരിക്കുന്നത്. IPC സെക്ഷൻ 376 പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം പ്രതി കുറ്റക്കാരനാണെന്ന് കരുതാനാകില്ലെന്നും പ്രത്യേകിച്ച് ആരോപണങ്ങൾ വിശ്വാസയോഗ്യമല്ലാതെയും സമകാലിക തെളിവുകൾക്ക് വിരുദ്ധവുമായ സാഹചര്യത്തിൽ ഇതിന് കൂടുതൽ പ്രസക്തി ഉണ്ടെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. മെഡിക്കൽ പരിശോധനയോ ഫോറൻസിക് തെളിവുകളോ ഈ കേസിൽ ഉണ്ടായിട്ടില്ലെന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. ഇലക്ട്രോണിക് ആശയവിനിമയത്തിലൂടെ നൽകിയ FIS 3 ദിവസത്തിനുള്ളിൽ ഇര ഒപ്പിട്ടില്ലെന്നും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 184(1) പ്രകാരം നിർബന്ധമായ ഇരയുടെ വൈദ്യപരിശോധന ഈ കേസിൽ നടത്തിയിട്ടില്ല എന്നുമാണ് പ്രതിഭാഗം വാദിക്കുന്നത്. കൂടാതെ ഹർജിക്കാരനെ 11/1/2026 അർദ്ധരാത്രി 12:30 തന്നെ കസ്റ്റഡിയിലെടുത്തതായും അറസ്റ്റ് ചെയ്ത കാരണങ്ങൾ ഉടൻ അറിയിച്ചിരുന്നില്ല എന്നും പ്രതിഭാഗം കോടതിയിൽ ബോധിപ്പിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് നടപടിക്രമങ്ങളിൽ നിയമലംഘനം സംഭവിച്ചിട്ടുണ്ടെന്നും പ്രതിഭാഗം ആരോപിക്കുകയായിരുന്നു. ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഹർജിക്കാരന് ജാമ്യം അനുവദിക്കണമെന്ന് പ്രതിഭാഗം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പിന്തുണ നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയുടെ വിശ്വാസം നേടിയെടുത്തത്. തിരുവല്ലയിലെ ഹോട്ടലിൽ കൂടിക്കാഴ്ചയ്ക്കെത്തിയപ്പോൾ റെസ്റ്റോറന്റിലിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ പരാതിക്കാരിയെ കൊണ്ട് തന്ത്രത്തിൽ മുറിയെടുപ്പിക്കുകയും ഹോട്ടലിലെ രജിസ്റ്ററിൽ പേര് തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ എഴുതിക്കുകയും ചെയ്തു. മുറിയിൽ പ്രവേശിച്ചയുടൻ രാഹുൽ യുവതിയെ ബലാത്സംഗം ചെയ്യുകയാണ് ഉണ്ടായത്. അടിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. ഈ സംഭവങ്ങളെ തുടർന്നാണ് അതിജീവിത ഗർഭിണിയായത്. പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ രാഹുൽ അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പ്രഥമ വിവര റിപ്പോർട്ടിൽ പരാതിക്കാരി 3 ദിവസത്തിനകം ഒപ്പുവെച്ചില്ല, മെഡിക്കൽ പരിശോധന വൈകി, അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല തുടങ്ങിയ രാഹുലിന്റെ വാദങ്ങളും സുപ്രീം കോടതി ഉത്തരവുകൾ ഉദ്ധരിച്ച് കോടതി തള്ളുകയായിരുന്നു. FIS-ൽ 3 ദിവസത്തിനകം ഒപ്പുവയ്ക്കാതിരുന്നാലുള്ള പ്രത്യാഘാതങ്ങൾ ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞിട്ടില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് രേഖാമൂലം കാരണങ്ങൾ അറിയിച്ചില്ലെന്ന വാദവും നിലനിൽക്കില്ല. കോടതിയിൽ ഹാജരാക്കുന്നതിന് 2 മണിക്കൂർ മുൻപായി രേഖാമൂലം കാരണങ്ങൾ നൽകിയാൽ മതിയെന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. പ്രതി MLA ആണ്. സമാനമായ കുറ്റകൃത്യങ്ങൾ നേരത്തെയും ചെയ്തതായി ആരോപണങ്ങളുണ്ട്. പ്രതി സാക്ഷികളെ ഭീഷണിപ്പെടുത്തുവാനും സ്വാധീനിക്കുവാനും സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിക്കുകയായിരുന്നു. തെളിവ് നശിപ്പിക്കുവാനും അന്വേഷണം അട്ടിമറിക്കുവാനും ശ്രമിച്ചേക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കുവാൻ കോടതി തയ്യാറല്ലെന്ന് മജിസ്ട്രേറ്റ് ഉത്തരവിൽ വ്യക്തമാക്കുകയായിരുന്നു.